ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും ഈ സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി സന്ധിയില്ലാ സമരം നടത്തുക. അതിനെതിരെയാണ് മുജാഹിദുകൾ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ മുടിക്കേസ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് നല്ല നിലയിൽ അത് വിശദീകരിച്ച് പറയുവാനും അത് കേൾക്കുവാനും അത് കേട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും പഠിക്കാൻ ഒരുങ്ങുക. ദീനിനെ കുറിച്ച് അറിയാനും പഠിക്കാനും തയ്യാറാവുക. നമുക്ക് ആവശ്യമുള്ള പഠനങ്ങൾ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചർച്ച ചെയ്യുകയും അത് ആളുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും നിങ്ങൾ എല്ലാം കേൾക്കണം, നിങ്ങൾ അറിയണം. പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുജാഹിദുകളുടെ പരിപാടിക്ക് പോകാതിരിക്കാൻ വേണ്ടി കടുത്ത വലയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുജാഹിദിന്റെ പ്രസംഗത്തിന് പോയാൽ അല്ലെങ്കിൽ മുജാഹിദായാൽ മഹലിൽ നിന്ന് വിലക്കിക്കളയും, പള്ളിയിൽ കയറ്റൂല, മരിച്ച മറവയിപ്പിക്കൂല, അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കൂല, ഖത്തീബിനെയും മുക്രീനെയും വിടൂല, അവനോട് സലാം ചെല്ലൂല, സലാം ചെല്ലിയാൽ മടക്കൂല, അല്ലെങ്കിൽ അവനുമായി യാതൊരു തരത്തിലും സഹകരിക്കാൻ പാടില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഏത് വിധത്തിലും ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കടന്നു പോകുന്നതിനെ അതിശക്തമായി തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും ഇവിടെ ദീൻ പറയുന്നിടത്ത് ആളുകൾ കൂടുന്നത് മുജാഹിദുകളുടെ പരിപാടിക്കല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ട്? ആളുകൾ വിജ്ഞാനദാഹികളാണ്. അവർക്ക് വിജ്ഞാനം പകരാൻ അവസരം ലഭിച്ചാൽ അതന്വേഷിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പലപ്പോഴും തടയാൻ എതിരാളികൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് നല്ലത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم قفينا على آثارهم برسلنا وكفينا بعيسى بن مريم وآتيناه الإنجيل
وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹനദികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു അവന്റെ സച്ചരിതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒത്തൊരുമിപ്പിക്കുമാറാകട്ടെ. വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതക്കെതിരെ ISM ജനമുന്നേറ്റം എന്ന കേരളത്തിനകത്തും പുറത്തും നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഓരോരുത്തരും ഒത്തൊരുമിച്ചിട്ടുള്ളത്. വളരെ പ്രൗഢമായ നൂറുദ്ദീൻ ലബ്ബാദാരമിയുടെ ഒരു പ്രഭാഷണം നാം കേട്ടുകഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദഅവത്തിന്റെ മേഖലയിൽ, വിജ്ഞാന മേഖലയിൽ വീണ്ടും വീണ്ടും ധാരാളം പ്രവർത്തിക്കുവാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വർത്തിക്കുവാനും നാളെ പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കുവാനും അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മതരംഗത്ത് എന്നും ഏറ്റുമുട്ടിയ രണ്ടു സരണികൾ ഉണ്ട്. അതിൽ ഒന്ന് അല്ലാഹുവിന്റെ ദൂതന്മാർ സമൂഹത്തിന് പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മാർഗമാണ്. ആ വഴി ഏക വഴിയാണ്, ഏകമാർഗമാണ്. രണ്ടാമതായി അതിന് സമാന്തരമായി രൂപപ്പെട്ടു വന്ന പൗരോഹിത്യത്തിന്റെ പാതയാണ്. യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത നിരവധി അനവധി മാർഗങ്ങളാൽ ചുറ്റപ്പെട്ട അവ്യക്തമായ ഒരു മാർഗമാണ് പൗരോഹിത്യത്തിന്റെ മാർഗം. ലോകത്ത് വന്ന നബിമാർ തന്റെ സമൂഹത്തിന് നൽകിയ താക്കീതുകളിൽ അതിപ്രധാനമായ ഒരു താക്കീതാണ് പൗരോഹിത്യത്തിന്റെ ഈ വഴി സ്വീകരിക്കരുത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത് കാണാം. സഹാബത്ത് അത് വിശദീകരിക്കുകയാണ്. ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നേരായ ഒരു വഴി, ഒരു പാത വരച്ചു കാണിച്ചു തന്നു. ഒരു വര വരച്ചുകൊണ്ടത് കാണിച്ചു തന്നു. ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ സബീലി, ഇതാണ് എന്റെ പാത. അതിനുശേഷം റസൂലുള്ള അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് സമാന്തരമായ കുറെ വഴികൾ, വരകൾ വരച്ചു. നേരായ വഴിയെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള കുറെ വരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് വ്യത്യസ്തങ്ങളായ വഴികളാണ്, വ്യത്യസ്തങ്ങളായ പാതകളാണ്, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ്. ഈ മാർഗം അല്ലെങ്കിൽ ഈ വരകൾ അല്ലെങ്കിൽ ഈ ക്രോസ് ലൈനുകൾ നേരായ വഴിക്ക് സമാന്തരമായി രൂപപ്പെട്ടു വരുന്നതാണ്. ഈ വഴി നിങ്ങളിൽ ഒരാളും സ്വീകരിക്കാൻ പാടില്ല.
ക്രോസ് ലൈനുകളിൽ ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു പോകരുത്, അവിടേക്ക് നിങ്ങൾ മാറിപ്പോകരുത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് റസൂലുള്ള ഓതിക്കൊടുത്തു. എന്ത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. ഇതാണ് എന്റെ നേരായ പാത, നേരായ വഴി. ഫത്തബിഊഹു, ആ വഴിയെ നിങ്ങൾ പിൻപറ്റണം, ആ മാർഗം നിങ്ങൾ അവലംബിക്കണം, അതിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുല, ഒരിക്കലും ഇതിന് സമാന്തരമായി വരുന്ന വഴികളെ, മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അങ്ങനെ ആ മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, നേരായ വഴിയിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും. നബിമാർ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമായ പാതയിൽ നിന്ന് നിങ്ങളത് മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട ആ വഴികൾ കണ്ടറിഞ്ഞുകൊണ്ട് വർജിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലോകത്ത് പുരോഹിതന്മാർ വരച്ചു കാണിച്ച സരണിയും പ്രവാചകന്മാർ വരച്ചു കാണിച്ചു തന്ന സരണിയും രണ്ടും രണ്ടാണ്. ഒരിക്കലും അത് ഐക്യപ്പെട്ടിട്ടില്ല, യോജിച്ചിട്ടില്ല. എവിടെയാണ് അടിസ്ഥാനപരമായി പുരോഹിതന്മാരുടെ മാർഗവും പ്രവാചകന്മാരുടെ മാർഗവും വേർതിരിയുന്നത്? അതിന്റെ ലക്ഷ്യത്തിൽ തന്നെ വേർതിരിയുകയാണ്. ലോകത്ത് വന്ന നബിമാരെ സംബന്ധിച്ചിടത്തോളം, അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം കണ്ടത്, ലക്ഷ്യം വെച്ചത് താൽക്കാലികമായ ഐഹിക ലോക ജീവിതമായിരുന്നില്ല, ഭൗതിക ലോകത്തെ താല്പര്യങ്ങളായി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാർ, ആ നബിമാർ ജനങ്ങളോട് പറഞ്ഞത്, പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് എടുത്തു പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ഒരു കാര്യം, ലോകത്ത് വന്ന ഈ പ്രവാചകന്മാരെല്ലാം ജനങ്ങളോട് സത്യസന്ദേശം പറയുന്നതോടൊപ്പം തന്നെ പറഞ്ഞത്, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. നബിമാർ ജനങ്ങളോട് പറയുന്നത്, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഓ ജനങ്ങളെ, ഈ സത്യത്തിന്റെ മാർഗം, ഈ നേരായ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങളോട് ഞങ്ങൾ പ്രതിഫലം ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങൾ കൂലി തരേണ്ടതില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണ്, റബ്ബിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണ്. ആ പ്രതിഫലം കൊതിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരും സമൂഹത്തോട് പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ, ആ സൂറത്തു ശൂറയിന്റെ 105 മുതൽ വായിച്ചേതാണ്ട് വിശുദ്ധ ഖുർആൻ ആ സൂറത്തു ശൂറയിലെ 176-ാമത്തെ ആയത്ത്, അതുപോലെ 180-ാമത്തെ ആയത്ത് വരെ അല്ലാഹു ഇത് വ്യത്യസ്ത പ്രവാചകന്മാരുടെ പേരുദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാണാം. ആ നബിമാരെല്ലാം ജനങ്ങളോട് വന്നുകൊണ്ട് ഇത് ആവർത്തിച്ച് പറയുന്നു, ജനങ്ങളെ, നിങ്ങളോട് കൂലി ചോദിക്കാൻ വന്നവരല്ല ഞങ്ങൾ നടത്തുന്ന ഈ ദഅവത്തിന്, ഈ പ്രബോധനത്തിന് നിങ്ങൾ കൂലി തരേണ്ടതില്ല. ഞങ്ങൾക്ക് പ്രതിഫലം തരേണ്ടവൻ റബ്ബാണ്, അല്ലാഹയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നബിമാർ ദഅവത്ത് നടത്തിയത്. ലോകത്തെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഇത് ജനങ്ങളോട് പറഞ്ഞു എന്ന് പഠിപ്പിച്ച അതേ ഖുർആൻ അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൽപ്പിക്കുകയാണ്, വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ നാം നിയോഗിച്ചിട്ടുള്ളത് ഇല്ലാ മുബശ്ശിറൻ വനദീറാ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിക്കൊണ്ടാണ്. സ്വർഗത്തിലേക്കുള്ള പാത വരച്ചു കാണിച്ചിട്ട് അത് സ്വീകരിക്കുക വഴി സ്വർഗം ലഭിക്കുമെന്ന് തബ്ശീർ ചെയ്യുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകനായിക്കൊണ്ടാണ് നബിയെ താങ്കൾ നാം നിയോഗിച്ചത്. അതുപോലെ നരകം കൊണ്ട് താക്കീത് ചെയ്യുന്ന, നരകം ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ജനങ്ങളോട് ഇൻദാർ ചെയ്യുന്ന ഒരു നദീറായിക്കൊണ്ടാണ് നബിയെ താങ്കൾ നാം നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുൽ, ജനങ്ങളോട് താങ്കളും പറയണം നബിയെ,
എന്താ പറയേണ്ടത്? മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ശാഅ അയ്യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ. സ്വർഗത്തിലേക്കുള്ള ഈ വഴി കാണിച്ചു തരുന്നതിന്റെ പേരിൽ നരകത്തിലേക്കുള്ള പാതയതാണ്, അങ്ങോട്ട് അടുത്തു പോകരുത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, കൂലി ചോദിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ശമ്പളം തരണ്ട, എനിക്ക് നിങ്ങൾ കൂലി തരണ്ട. നേരെ മറിച്ച് ഈ മാർഗം സ്വീകരിച്ചുകൊണ്ട് വിജയം പ്രാപിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദഅവത്ത് നടത്തുന്നത്, ഞാൻ ഈ മാർഗം അവലംബിച്ചത്, ഞാനിത് പറയുന്നത് എന്ന് ജനങ്ങളോട് പറയൂ നബിയേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ലോകത്ത് വന്ന നബിമാരെല്ലാവരും ഇത് ജനങ്ങളോട് പറഞ്ഞുവെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ, നബിമാർ, അവർ ദുനിയാവ് കണ്ട് പ്രവർത്തിച്ചവരല്ല, അവർ ദുനിയാവിനെ അനന്തരമെടുത്തവരല്ല, അവർ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പണിയെടുത്തവരല്ല, അവർ ഭൗതികമായ അധികാര കസേരയിൽ തൃപ്തരായവരല്ല. നേരെ മറിച്ച് അമ്പിയാക്കന്മാർ നാളെ പാരത്രിക ലോകത്തെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തവരാണെങ്കിൽ ഇതിന് നേരെ എതിരായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുവന്ന പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഇതിന് എതിരാണ്, അവരുടെ നിലപാട് പ്രവാചകന്മാരുടെ നിലപാടിന് എതിരാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതേ അമ്പിയാക്കന്മാരുടെ നിലപാട് പറഞ്ഞതുപോലെ പുരോഹിതന്മാരുടെ നിലപാട് എന്ത് എന്ന് പറഞ്ഞു. പണ്ഡിത പുരോഹിത വർഗത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും നിലപാട് എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, യഹൂദ നസറാക്കളിൽപ്പെട്ട പണ്ഡിത പുരോഹിതന്മാരെ ചൂണ്ടി സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ പണ്ഡിത പുരോഹിതന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്, ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവരാണ്, ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, സൽസരണിയിൽ നിന്ന്, സ്വർഗത്തിലേക്കുള്ള പാതയിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പ്രവാചകന്മാർ എന്ത് നിർവഹിച്ചുവോ അതിന് എതിരായ നിലപാട് സ്വീകരിക്കും പുരോഹിതന്മാർ. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന രണ്ട് ദുഷ്കർമ്മങ്ങൾ, ഒന്ന് അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കും, ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ബാത്തിലായ നിലയിൽ ജനങ്ങളുടെ മുതൽ അവർ തിന്നും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളെ ചൂഷണം ചെയ്യുമെന്ന് മാത്രമല്ല സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യും. ഇതാണ് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാരും ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ലോകത്തെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ, റസൂലുള്ളാഹിയുടെ ആഗമനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആ ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ പൗരോഹിത്യം ഇടപെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിലും ഈ പുരോഹിതന്മാർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമാകട്ടെ വളരെ വ്യക്തമായി പറഞ്ഞു, ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം, അല്ലെങ്കിൽ ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഒരിക്കലും ഇസ്ലാമിൽ പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവും ഇല്ല. ഒരിക്കലും ഒരു പുരോഹിത മതമല്ല ഇസ്ലാം. പക്ഷേ ഇസ്ലാമിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനത്തെ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പൗരോഹിത്യം ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഇസ്ലാമാകുന്ന ഈ വടവൃക്ഷത്തിലെ ഒരു ഇത്തിക്കണ്ണിയായി വർത്തിക്കുക എന്നതാണ്.
ഈ വടവൃക്ഷ ഇസ്ലാമാകുന്ന ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഉറച്ചടിവേരുള്ള വിശാല വിസ്തൃതമായ ഈ വൃക്ഷത്തിലെ ഇത്തിക്കണ്ണുകളായി വർത്തിച്ചിട്ട് ഈ വൃക്ഷത്തിന്റെ നീരും ചോരയും ഊറ്റിയെടുത്തിട്ട് ഇതിനെ ഉണക്കിക്കളയുക എന്ന ശ്രമമാണ്, അതിനുള്ള പരിശ്രമമാണ് പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ ആദരിക്കപ്പെടുന്ന കാര്യങ്ങളെ പോലും പുരോഹിതന്മാർക്ക് പരിഹാസമാണ്, പുരോഹിതന്മാർക്ക് പണത്തിനുള്ള മാർഗമാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഇസ്ലാമിക സമൂഹം ബഹുമാനത്തോടെ കൂടി കാണുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ത്യാഗസമ്പൂർണമായ ജീവിത സാഹചര്യങ്ങളെ വരെ ഒരു പുരോഹിതൻ നോക്കിക്കാണുന്ന രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെങ്കിൽ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോനിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. കണ്ടോ? അപ്പൊ എന്തിനാ ബദർ മൗലൂദ് ഉണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത് ബദർ മൗലൂദ് ഓതാനാണ്. എന്തിനാ ഉഹുദ് യുദ്ധം ഉണ്ടായത്? ഉഹുദ് മൗലൂദ് ഓതാനാണ്. എന്തിനാ ഹന്തക്ക് ഉണ്ടായത്? റസൂലുള്ള വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് അല്ലാഹുമ്മ ലൗലല്ലാഹി മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സാകിനതൻ അലൈനാ വതബ്ദിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ എന്ന് പാട്ടുപാടിക്കൊണ്ട് കയ്യിൽ പിക്കാസെടുത്ത് പിടിച്ച് അതുപോലെ തന്നെ പണിയായുധങ്ങൾ എടുത്ത് പിടിച്ച് ഹന്തക്കിന്റെ കിടങ്ങു കീറിയത് എന്തിനാ? വിശന്നൊട്ടിയ വയറുമായി ആ മുതുകലിൽ നിന്ന് നിവർത്തി വെക്കുവാൻ വേണ്ടി വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് അധ്വാനിച്ചത് എന്തിനാ? അത് ബദർ മൗലൂദ് നടത്താനാണത്രേ, ഹന്തക്ക് മൗലൂദ് നടത്താനാണത്രേ. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഇവിടെ മാലയും മൗലൂദും ചൊല്ലികിട്ട് അതിന്റെ പേരിൽ കൈമടക്ക് വാങ്ങുവാനും അതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കുവാനുമാണത്രേ ഈ രൂപത്തിൽ ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ നടന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇസ്ലാമിക സമൂഹത്തെ ഇതിനപ്പുറം പരിഹസിക്കാൻ വല്ലതുമുണ്ടോ? ഇങ്ങനെ എന്ത് ദീനിന്റേതായ ഏതൊരു കാര്യത്തെയും കച്ചവടവൽക്കരിക്കുക, ഒരു ബിസിനസ് മൈൻഡോടുകൂടി ഇസ്ലാമിനെ നോക്കി കാണുക, ഇതാണ് പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കച്ചവട മനസ്ഥിതി. എന്താ ഇവരുടെ കയ്യിൽ കച്ചവടം ചെയ്യാനുള്ളത്? യാതൊന്നുമില്ല. മൂല്യമുള്ള ഒരു വസ്തുവും പുരോഹിതന്റെ കയ്യിൽ കച്ചവടം ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായി നമ്മൾ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന മൂല്യമുള്ള വസ്തുക്കൾ, ഏതുപോലെ സ്വർണം പോലെ, വെള്ളി പോലെ, അതല്ലെങ്കിൽ അരി പോലെ, പഞ്ചസാര പോലെ, ഇങ്ങനെ ക്രയവിക്രയം നടത്തുന്ന ബൈഇന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും മൂല്യമുള്ള വസ്തു പുരോഹിതന്റെ കയ്യിലുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? പുരോഹിതന്റെ കയ്യിലുള്ളത് കുറച്ചു ദിക്റാണ്, സ്വലാത്താണ്, പ്രാർത്ഥനകളാണ്, ദുആകളാണ്, ആ തരത്തിലുള്ള കുറച്ചു സാധനങ്ങളാണ്. അതിന് വിലയിടുക, അതിന് റേറ്റ് ഇടുക, എന്നിട്ട് പുരോഹിതന് കച്ചവടം ചെയ്യുക. ഞാനിത് വെറുതെ പറയല്ലേ, കണ്ടോളൂ. ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തഖ്വയുള്ള ഒരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ? വേണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാഗില്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിഖദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക്, ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ നിന്ന് ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിൻ്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. ഖിബറില്ലാത്ത, ഹസദില്ലാത്ത, അസൂയയില്ലാത്ത മനസ്സുമായിട്ട് എന്ത് ചെയ്യണം? ഈ
സദസ്സിലേക്ക് 5000 തരാനാണ് ആവശ്യപ്പെടുന്നത്. എന്തിനാ? ദുആ ചെയ്ത് കൊടുക്കാമല്ലോ. 5000 തന്നാൽ ദുആ ചെയ്ത് കൊടുക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനക്ക് റേറ്റ് ഇടുകയാണ് അദ്ദേഹം. എത്ര റേറ്റ്? ആ പ്രാർത്ഥനക്ക് 5000. 500 ഉള്ളവൻ സദസ്സിലുണ്ട്, അയാൾക്ക് പ്രാർത്ഥന വേണ്ടേ? പക്ഷെ അത് കിട്ടൂല. 5000 ഉള്ളവരെ കിട്ടുള്ളൂ. റേറ്റ് അതാ. ആ സദസ്സിലുള്ള ആളുകളിൽ 5000 ഉള്ളവന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. കാരണം എന്ത്? റേറ്റ് അതാ. ഇങ്ങനെ പ്രാർത്ഥനക്ക് റേറ്റ് ഇടുക, ദുആഇന് റേറ്റ് ഇടുക, എന്നിട്ട് അതിന്റെ വില നിശ്ചയിച്ചിട്ട് അത് വിൽപ്പന നടത്തുക. മായനാട്ട് മേലെ ചെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭാവന. അൽഹംദുലില്ലാ, ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ കുഞ്ഞാമു എന്ന മാന്യ വ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. മരണസമയം വരെ ശൈഖുനാന്റെ തർബിയത്തും തർദിയത്തും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ അല്ലാ. മരിച്ചവർക്ക് പൊറുക്കണേ അല്ലാ. അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതൊരു മൈൻഡായി, ഒരു ചിന്തയായി, ഒരു ചിന്താധാരയായി കടന്നു വന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു പത്രം ഈ അടുത്ത സമയത്ത് പുറത്തിറക്കുകയുണ്ടായി. റിസാല എന്നാണ് അതിന്റെ പേര്. 2011 ജനുവരി മാസം പുറത്തിറങ്ങിയ ഈ റിസാലയിൽ ഈ അടുത്ത സമയത്ത് വിവാദവുമായി രംഗത്ത് വന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ, ആ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായി ഇതിൽ ഒരു അഭിമുഖം കാണാം. ഈ അഭിമുഖത്തിൽ സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ ഹക്കീമോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞ വാചകം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞ വാചകം, മർക്കസ് വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇവിടെയുള്ള സുന്നി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മർക്കസ് വിഭാവനം ചെയ്യുന്ന അഥവാ മർക്കസ് സഖാഫത്ത് സുന്നിയ വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇവിടെയുള്ള സുന്നി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കേരളത്തിലേക്ക് നോക്കൂ, കേരളത്തിലേക്ക് നോക്കൂ, ഈ സമുദായം വലിയൊരു മാർക്കറ്റാണ്. ആരാ പറയുന്നത്? ഒരു മുസ്ലിയാര് പറയുകയാണ്, ഒരു പുരോഹിതൻ പറയുകയാണ്. ഈ സമുദായത്തിൽ, ഈ സമുദായം എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, SYS മാത്രം 10 ലക്ഷം മെമ്പർമാരുണ്ട്. ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണം അതിന്. കാരണം 10 ലക്ഷം മെമ്പർമാരുണ്ടോന്ന് അന്വേഷിക്കാൻ. ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം കേട്ടുള്ളൂ, ഈ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തി ഇവർക്ക് വേണ്ടിയുള്ള ഉൽപാദനത്തിലേക്കും പ്രൊഫഷണൽ ഹെൽപ്പിലേക്കും നീങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകും. ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ മാർക്കറ്റായി കണ്ട ഒരു സമൂഹം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ മന്ന സഹോദരങ്ങളെ? മാർക്കറ്റിന്റെ മലയാളം ചന്താണ്. മുസ്ലിം സമുദായം നല്ലൊരു ചന്തയാണ് എന്ന് പരസ്യമായി എഴുതി വെക്കുകയാണ് 2011 ഈ കൊല്ലം ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ റിസാലയിൽ. ഖൈറു ഉമ്മത്ത് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, ഉന്നതന്മാരെന്ന് അല്ലാഹു പറഞ്ഞ ഈ സമുദായത്തെ ഒരു മാർക്കറ്റായി കണ്ടിട്ട്, ഒരു ചന്തയായി കണ്ടിട്ട്, ഈ ചന്തയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട് ഈ സമുദായത്തെ ഒരു വിപണിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന പുരോഹിത വർഗത്തെ ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിക സമൂഹം വളരെ ശക്തമായി ഇടപെടുന്നത്. ഇസ്ലാമിക സമൂഹം വളരെ ശക്തമായി ഇടപെടുന്നത് ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇസ്ലാമിന്റെ പ്രത്യേകത, ദീനിന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആനും സുന്നത്തും സ്വീകരിച്ചുകൊണ്ട് മതം ആചരിക്കുന്നവരാണ് എന്നതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്, മുസ്ലിമിന്റെ പ്രത്യേകത അതാണ്. പ്രമാണങ്ങൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാമിക സമൂഹം സ്വീകരിക്കേണ്ട നിലപാട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പുരോഹിതന് ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയല്ല മതരംഗം. ഒരു പുരോഹിതന് കൈകടത്താൻ പറ്റിയ മേഖലയല്ല മതരംഗം.
കുറെ പുരോഹിതന്മാർ കൂടിയിരുന്നു കൊണ്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ ഏർപ്പെടുത്തുവാൻ, ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനുള്ള അവകാശം ഒരിക്കലും ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നില്ല. ഒരാൾക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല. മതം പറയാനുള്ള അവകാശം അള്ളാഹു സ്വയം ഏറ്റെടുത്തു. ദീൻ അല്ല പറയും. ആ അല്ല പറയുന്ന ദീൻ പ്രവാചകന്മാർ നമുക്ക് എത്തിച്ചു തരും. വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ സംസാരിക്കും. ആ പ്രവാചകന്മാർ പോലും അവർ പഠിച്ചത് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത്, അവരുടേതായ അന്വേഷണങ്ങൾ, അവരുടേതായ സ്വന്തം പഠനങ്ങൾ ഒരു തിസീസായി ഈ സമൂഹത്തിന് സമർപ്പിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ആ പ്രവാചകന്മാരുടെ നിലപാട് ചൂണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്കത് കാണാം. അതുപോലെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി സംസാരിച്ചതും കാണാം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. മതം പറയുവാൻ വേണ്ടി വന്ന പ്രവാചകൻ തന്നിഷ്ടം പറയുന്ന ആളല്ല, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. നേരെ മറിച്ച് മതം എന്ന നിലക്ക് പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ വഹയാണ്, റബ്ബിന്റെ വഹയാണ്, അല്ലാഹുവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പ്രവാചകൻ എത്തിച്ചു തരുന്നു. അതിൽ പ്രവാചകൻ തന്റേതായി കൈകടത്തൽ നടത്തുന്നില്ല, നടത്താൻ അവകാശമില്ല. പ്രവാചകൻ മാറ്റിമറിക്കുന്നില്ല, മാറ്റിമറിക്കാൻ അവകാശമില്ല. നേരെ മറിച്ച് പ്രവാചകൻ ചെയ്യുന്നത് ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈഹി, പ്രവാചകൻ തന്നെ പറയുന്നു എനിക്ക് വഹി കിട്ടുന്നത് ഞാൻ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്, അത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആ നിലപാട് പ്രവാചകന്മാർ വ്യക്തമാക്കിയിട്ട് ലോക സമൂഹത്തോട് പ്രവാചകന്മാർ പറഞ്ഞത് ആ വഹിയിനെ പിന്തുടരാനാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പിന്തുടരാനാണ്. അതുകൊണ്ട് മതരംഗത്ത് അല്ല പറയാത്തത്, പ്രവാചകൻ വിശദീകരിച്ചു തരാത്തത് ആര് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കൽ മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ മതത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, ഈ മതരംഗത്ത് അതിൽ പെടാത്തതാരെങ്കിലും പുതുതായി ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നാൽ, പുതുതായി നിർമ്മിച്ചു കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദ്, അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല. അത് കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും തള്ളിക്കളയണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്, വർജിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയുവാൻ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുകയാണ്. എന്നു മാത്രമല്ല, ഇത് ഒരാൾ മനസ്സിലാക്കാതെ, ഈ നിലപാട് ഒരാൾ ഉൾക്കൊള്ളാതെ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അതിൽ പെടാത്തത് ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അത് ആചരിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് വലിയ അപരാധമാണ്, വലിയ ഒരു തെറ്റാണ്. ആ തെറ്റിന്റെ ആഴം വളരെ ശക്തമാണ്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം കുഫ്ർ കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന തെറ്റ് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരാൾ കള്ളു കുടിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, അതുപോലെ തന്നെ മോഷ്ടിക്കുന്നതിനേക്കാൾ, പലിശക്ക് വാങ്ങുന്നതിനേക്കാൾ, പലിശയുമായി ബന്ധപ്പെടുന്നതിനേക്കാളൊക്കെ വലിയ തെറ്റ് ഒരാൾ ബിദ്അത്ത് ചെയ്യലാണ്. ബിദ്അത്ത് ചെയ്യലാണ്. ആ ബിദ്അത്ത് ഒരു മനുഷ്യരെ വലിയ പാപിയാക്കി മാറ്റും. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റായി ബിദ്അത്ത് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മദ്യപിക്കുന്നതിനേക്കാൾ വലിയ തെറ്റ് അത് ബിദ്അത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് ഈ CD ഇറങ്ങിയാൽ ഒരു ക്ലിപ്പായി. കാരണം എന്താ, വ്യഭിചാരത്തെക്കാൾ വലുത് ബിദ്അത്താണെന്നാണ് മൗലവി പറഞ്ഞത്, മദ്യപാനത്തെക്കാൾ വലിയ തെറ്റ് ബിദ്അത്താണെന്നാണ് മൗലവി പറഞ്ഞത്. പിന്നെ അതിട്ടിട്ട് കുറച്ചു കാലം ക്ലിപ്പ് ഓടിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് വേണ്ട. നേരെ മറിച്ച് ഈ കാര്യം ഒരു മുസ്ലിയാർ തന്നെ വ്യക്തമായി നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലി തന്റെ അഖീദയെ സംബന്ധിച്ച് സംസാരിച്ച ഭാഗത്ത് കാണാം, മിൻഹാജുൽ ആബിദീനിൽ വലിയ കുറ്റമാണ് കുഫ്ർ. അല്ലാഹു തആല നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വൻകുറ്റം കുഫ്റാണ്. രണ്ടാമത്തേത് ഏതാ? ഈ സദസ്സിനോട് ചോദിച്ചാൽ, ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും കള്ളു കുടിക്കല്, വ്യഭിചരിക്കല്, അതുപോലുള്ള വൻകുറ്റങ്ങൾ വലിയ കുറ്റം തന്നെയാണ്.
പക്ഷെ അതല്ല രണ്ടാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ വൻകുറ്റം അൽ ബിദ്അത്തു, ബിദ്അത്താണ്. അപ്പോ രണ്ടാമത്തെ വൻകുറ്റം എന്താ? കുഫ്ർ കഴിഞ്ഞാൽ അൽ ബിദ്അത്തു, ബിദ്അത്താണ്. ആരാ പറഞ്ഞൊരു മുസ്ലിയാരാ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടത് ബിദ്അത്ത് വൻകുറ്റമായി മാറി? എന്തുകൊണ്ട് ബിദ്അത്ത് വൻകുറ്റമായി മാറി? മഹാനായ സുഫ്യാൻ സൂരി റഹിമഹുല്ല പറയുകയാണ്, ഈ ബിദ്അത്ത് ചെയ്യുന്നത്, ആ ബിദ്അത്ത് ചെയ്യുന്നതായ ഒരു മനുഷ്യന്റെ പ്രത്യേകത ഒന്നും മതത്തിൽ അവൻ കൈകടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് മതമായി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു കൽപ്പിക്കാത്തത് മതമായി ആചരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ബിദ്അത്ത് ചെയ്യുക എന്നത് ഇബ്ലീസിന് വളരെ താല്പര്യമുള്ള കാര്യവുമാണ്. ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഒരാൾ അറിയപ്പെട്ട പാപമായ കള്ളുകുടി, വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഒരാൾ ബിദ്അത്ത് ചെയ്യലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും തൗബ ചെയ്യൂല. കാര്യമെന്താ? പുരോഹിതൻ പറഞ്ഞിട്ടാ ചെയ്യുന്നത്, മുസ്ലിയാര് പറഞ്ഞിട്ടാ ചെയ്യുന്നത്, പണ്ഡിതൻ പറഞ്ഞിട്ടാ ചെയ്യുന്നത്, ദീനെന്ന് മനസ്സിലാക്കിയിട്ടാ ചെയ്യുന്നത്, കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാ യുതാബു മിൻഹാ, ഒരിക്കലും തൗബ ചെയ്ത് മടങ്ങുന്നില്ല അയാൾ, പശ്ചാത്തപിക്കുന്നില്ല അയാൾ. നേരെ മറിച്ച് വൽ മഅസിയത്തു യുതാബു മിൻഹാ, ഒരാൾ അറിയപ്പെട്ട കള്ളുകുടി, വ്യഭിചാരം പോലെയുള്ള പാപങ്ങൾ ചെയ്താൽ തൗബ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, പശ്ചാത്തപിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ തൗബ ചെയ്യാൻ സാധ്യതയേറെയുള്ള മദ്യപാനം, അതുപോലെ വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താകുന്ന തെറ്റു ചെയ്യലാണെന്ന് മഹാനായ സുഫ്യാൻ സൂരി റഹിമഹുല്ല പറയുകയാണ്. തൗബ ചെയ്യാൻ മടിക്കും ആളുകൾ, തൗബ ചെയ്യൂല. അതാണ് പ്രശ്നം. കാരണം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ല. മതത്തിൽ കൈകടത്തി ഉണ്ടാക്കിയ പുതിയ ആചാരമാണിതെന്ന് മനസ്സിലാക്കുന്നില്ല. റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ തിന്മ അവർ ചെയ്യുക. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഈ ബിദ്അത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കിയിട്ട് അത് സ്വീകരിക്കുക എന്നത് സംഭവിക്കുക, അതിനെ വളരെ ഗൗരവത്തോടെ കാണണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഒരിക്കലും ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അത്തരം ഒരു അബദ്ധം സംഭവിച്ചുകൂടാ എന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ വളരെ ശ്രദ്ധയോടെ, കരുതലോടെ കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഏതൊരു കാര്യം നിങ്ങൾ സ്വീകരിച്ചാലും കണ്ണും പൂട്ടി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. കണ്ണും പൂട്ടി സ്വീകരിക്കാൻ പാടില്ല. തഖ്ലീദ് എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. അന്ധമായ അനുകരണം എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നുകിൽ നീ ആലിമാകണം, ഒന്നുകിൽ നീ പഠിച്ചറിഞ്ഞ പണ്ഡിതനാകണം, ഔ മുതഅല്ലിമൻ. ഇനി പണ്ഡിതനാകാൻ കഴിഞ്ഞില്ലെങ്കിലോ പഠിക്കുന്നവനാകണം. വലാ തഖ്ദു ഇമ്മഅ, അതിന്റെ ഇടയിൽ കൂടിയാകരുത്. കൂടിയാകാൻ പാടില്ല. ഒരു നിലപാടുമില്ല. എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു അറിയില്ല, എന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പ്രമാണം എന്തറിയില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇൻ ആമന ആമന വഇൻ കഫറ കഫറ. അയാൾ വിശ്വസിച്ചാ ഞാനും വിശ്വസിച്ചു, അയാൾ അവിശ്വസിച്ചാ ഞാനും അവിശ്വസിച്ചു. ഈ നിലപാടൊരു മുസ്ലിമിന് പാടില്ല. ഒരിക്കലും മുസ്ലിം ഇമ്മഅത്താകാൻ പാടില്ല, കൂടിയാകാൻ പാടില്ല. പഠിച്ചറിഞ്ഞ പണ്ഡിതനാകണം, അല്ലെങ്കിൽ പഠിക്കുന്നവനാകണം. തെളിവന്വേഷിച്ചുകൊണ്ട് ബോധമണ്ഡലത്തെ ഉണർത്തി നിർത്തിയിട്ട് വിജ്ഞാനദാഹിയായ ഒരു മുസ്ലിം ജീവിക്കണം എന്ന് വളരെ വ്യക്തമായി പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ, ഇസ്ലാമിക ലോകം ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം വന്നു എന്ന് ഇന്ന് ഒരാൾ പറയുമ്പോൾ അതിന് കൃത്യമായ തെളിവ് വേണം, പരമ്പര വേണം. അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും സനദ് വേണം, പരമ്പര വേണം. കാരണം ഇസ്ലാം നിലനിൽക്കുന്നത് ബിൽ ഇസ്നാദ് കൊണ്ടാണ്, തെളിവോടുകൂടിയാണ്, പരമ്പരയിലൂടെയാണ്. ആ തെളിവുമായിട്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം റസൂലുള്ളാഹിയുടേതാണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ, ആ റസൂലുള്ള പറഞ്ഞത് ആര് കേട്ടു? അയാളിൽ നിന്ന് ആര് കേട്ടു? ഈ പറയപ്പെട്ട അല്ലെങ്കിൽ ഈ കേട്ട ആളുകൾ വിശ്വസ്തരാണോ? ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജ്ഞാന മേഖലയാണ്.
വളരെ വലിയ ഒരു വൈജ്ഞാനിക മേഖല ഹദീസിന്റെ മേഖല. അവിടെ തന്നെ ഹദീസിന്റെ റിജാലുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന മേഖല. ഇസ്ലാമിക സമൂഹത്തെ വിചാരണ ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന ഓറിയന്റലിസ്റ്റുകൾ, അവരിൽ പല ആളുകളും പ്രത്യേക വിഷയമായി എടുത്തുകൊണ്ട് തന്നെ ഹദീസ് മേഖലകളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വിമർശിക്കുവാൻ വേണ്ടി പഠിച്ചവർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ചരിത്രം ഹദീസിന്റെ മേഖലയിൽ നമുക്ക് ഈ രംഗത്ത് കാണാൻ കഴിയും. കാരണം അതിന്റെ ശാസ്ത്രീയത കണ്ടുകൊണ്ട് ലോകത്ത് ഒരു മതത്തിനും ആ പ്രത്യേകതയില്ല. നബിയിൽ നിന്ന് ഒരു കാര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അത് കിട്ടിയത് ആർക്കാ കിട്ടിയത്? പിന്നെ അയാളിൽ നിന്ന് ആർക്കാ കിട്ടിയത്? പിന്നെ അയാളിൽ നിന്ന് ആർക്കാ കിട്ടിയത്? ഈ ആർക്ക് കിട്ടിയെന്ന അറിയിപ്പ് മാത്രമല്ല, വിവരം മാത്രമല്ല, ഈ ആളുകളെ സംബന്ധിച്ച വ്യക്തമായ വിവരണം. അയാൾ കള്ളനാണെങ്കിൽ കള്ളൻ, മറവിയുള്ള ആളാണെങ്കിൽ മറവിയുള്ള ആള്, അയാൾ സദൂക്കാണെങ്കിൽ സദൂക്ക്, അതുപോലെ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം പേരിച്ച വിശ്വാസമുള്ള ആളാണെങ്കിൽ അത്, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട, കൃത്യമായി എഴുതി വെക്കപ്പെട്ട പ്രമാണം അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥശേഖരം ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം എപ്പോഴും തെളിവുകൾ പരമ്പര നോക്കി സ്വീകരിക്കണം. ഇത് വളരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ച കാര്യമാണ്. ഇത് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളേണ്ട കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇത് ഈ അടുത്ത സമയത്ത് വളരെ വലിയ ചർച്ചയാകാനുള്ള കാരണം എന്താ? പുതിയ ഒരു മുടി നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു മുടി നമ്മുടെ നാട്ടിൽ വന്നു. ആരാ തന്നത്? അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല എന്ന് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത്. ഇത് നബിയുടെ മുടിയാണ്. അല്ല, നിങ്ങൾക്ക് ആരാ തന്നത്? അത് ചോദിക്കാൻ പാടില്ല. പിന്നെന്താ ചോദിക്കുക? ഒരാളൊരു മുടിയായി വന്നത് നബിയുടേതാന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹം അത് സ്വീകരിക്കണോ, വിശ്വസിക്കണോ? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോ ഇവിടെ ഈ രംഗത്തൊരു വിവാദമുണ്ടായി. ആ വിവാദമുണ്ടായ ഘട്ടത്തിൽ മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. ഇനി അങ്ങനെ ഒരു മുടി വന്നാൽ, ഒരു മുടി വന്നെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ സനത് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ് സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കാരന്തൂർ പോയി പറഞ്ഞാൽ മതി. അത് നടക്കൂല. നബി തങ്ങളതാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്